വിഷ്ണുവിന്റെ എഴുത്ത് ഇനിയും സ്ക്രിപ്റ്റും എപ്പോഴാ വരുന്നത് നെക്സ്റ്റ്? ഞങ്ങളൊരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുവാണ്. അപ്പൊ അത് പ്രൊജക്ട് ആയിട്ടില്ല. അപ്പൊ ബിബിനും അഭിനയിക്കാനുള്ള പടങ്ങളുടെ അല്ല ബിബിന്റെ കൂടെയാ ചെയ്യുന്നത്? ഞാനും ഇതിനു മുമ്പ് ചെയ്ത അമർ അക്ബർ എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത്. അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഒരു യമണ്ടൻ പ്രേമകഥ, വെടിക്കെട്ട്, ഇത് 4 സിനിമകൾ ഞങ്ങൾ എഴുതിയത്. ഇപ്പൊ ഇനി വരാൻ പോകുന്നതാ? അത് ഫിക്സ് ചെയ്തിട്ടില്ല. അല്ല ജോണർ ഹ്യൂമർ ഡയറക്ട് ചെയ്യണ്ടേ? ഡയറക്ട് ചെയ്ത് വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡയറക്ട് ചെയ്തതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡയറക്ട് ചെയ്യണില്ല, ഞാനും ബിബിനും കൂടി തന്നെ. ഇനി ഡയറക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? ഒരു പടം ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2 കൊല്ലം അതിന്റെ പുറകെ പോക്ക. ആ ഗ്യാപ്പിൽ എത്ര പടം പോയി അഭിനയിക്കാം. ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാണോ എളുപ്പം ഡയറക്ഷനാണോ എളുപ്പം? അഭിനയിക്കാൻ ഒരു ടെൻഷനും ഇല്ലല്ലോ അല്ലേ? വന്ന് അഭിനയിച്ചാൽ ടെൻഷൻ ഇല്ലെന്നല്ല, എന്നാ പോലും ഡയറക്ട് ചെയ്യുമ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിഷ്ണു ശരിക്കും ഫിലിമിലേക്ക് വരുന്നത് എങ്ങനെയാ? ഞാൻ മിമിക്രിയില് യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റേറ്റിൽ ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ സിബി മലയിൽ സാറിന്റെ എൻ്റെ വീട് അപ്പുൻ്റെ എന്ന് പറഞ്ഞ പടത്തില് അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നിഷാദൊക്കെയാണ് എന്നെ ആദ്യമായിട്ടൊരു സീനിലേക്ക് ഇങ്ങനെ വിളിക്കുന്നത്. ഇത് ഈ ഷോ കണ്ടിട്ടാണോ? പുള്ളിക്ക് അറിയാം ഞങ്ങള് മിമിക്രി, ഞങ്ങളുടെ ട്രൂപ്പിന്റെ മൻരാജ് എന്ന് പറഞ്ഞ ഒരു ആക്ടറുണ്ട്, മൻരാജ് ഏട്ടന്റെ ട്രൂപ്പില് മിമിക്രിയിൽ ഞങ്ങൾ 3-4 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് മൻരാജന്റെ അടുത്ത് പുള്ളിനെ കാണാൻ ഈ നിഷാദൊക്കെ വരുമ്പോ എന്നെയൊക്കെ കാണുന്നുണ്ട്, ഞങ്ങളവിടെ റിഹേഴ്സൽ ചെയ്യണതും ഒക്കെ. അപ്പൊ ഈ പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള പടത്തിൽ ഇങ്ങനെ ജയിലില് കുറച്ച് ജുവനൈൽ ഹോമിലെ പിള്ളേർ വേണം. അപ്പൊ അതിലൊരു നല്ല ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോടും ചെല്ലാൻ പറഞ്ഞതാ. ഞാൻ ചെന്നപ്പോ ആ ക്യാരക്ടറിന് ഓൾറെഡി വേറൊരാളെ എടുത്തു. അപ്പൊ എന്നോടും പക്ഷെ കൂടെ നിന്നോളാൻ പറഞ്ഞു, എന്തെങ്കിലും ഡയലോഗ് വരുമ്പോ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ നിന്നു. എന്നിട്ടൊരു ഡയലോഗ് വന്നപ്പോ എനിക്ക് തന്നു, എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ തന്നെ സിബി സാറിന് ഇഷ്ടമായി. ഓക്കെ ടേക്ക് പോവാന്ന് പറഞ്ഞ് ഫസ്റ്റ് ടേക്ക് ഓക്കെ. അപ്പൊ അന്ന് ഇതാണല്ലോ, ഡിജിറ്റലൊന്നും ആയിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടേക്കിൽ തന്നെ എന്നെ തല്ലണതും ഞാൻ കരയണതൊക്കെ ആയിട്ടുള്ള ഒരു ആരാണ് ഇത് മോഷ്ടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ജയിൽ വാർഡൻ TS രാജു ചേട്ടനാ, പുള്ളി ഇങ്ങനെ വഴക്ക് പറയുന്ന ഒരു സീനാണ്. അപ്പൊ ഞാൻ തല്ലുകൊണ്ട് കരയണ നല്ല ഭീകരമായിട്ട് അലറി വിളിച്ച് കരഞ്ഞ്. അപ്പൊ ആ ടേക്ക് കഴിഞ്ഞപ്പോ തന്നെ സിബി മലയിൽ സാർ വന്നിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പൊ തന്നെ ലൊക്കേഷൻ മൊത്തം കയ്യടിയാ. അതൊരു നല്ലൊരു അപ്രിസിയേഷൻ അല്ലേ? സിബി സാറാണല്ലോ, നാഷണൽ അവാർഡ് കിട്ടിയ പോലെ സത്യം. പിന്നെ ആ പടത്തില് ത്രൂ ഔട്ട് എല്ലാ സീനിലും, ആ ജോനയിലുള്ള എല്ലാ സീനിലും എന്നെ ഉൾപ്പെടുത്തി. പിന്നെ വേറെ കുറെ ഡയലോഗ്, കുഞ്ഞിലെ മുതൽ അഭിനയിക്കാനൊക്കെ. പിന്നെ കുഞ്ഞുനാൾ മുതൽ ഇത് തന്നെയായിരുന്നു നമ്മുടെ പ്ലാൻ. എന്തായാലും സിനിമയിലെത്തും. ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫിലൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ എഴുതിയിട്ടുള്ളത് അതായിരുന്നു, നീ എന്തായാലും വലുതാവുമ്പോൾ നടനാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ മാനിഫെസ്റ്റ് ചെയ്ത്. അതെ, എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും നടനാവും എന്നുള്ളത്. എങ്ങനെയും എത്തിപ്പറ്റും എന്നുള്ളത് നിശ്ചയിച്ചത്. കാരണം നമ്മൾ അന്ന് കാണുന്നത് എങ്ങനെയാ, മിമിക്രി ചെയ്ത് മിമിക്രിയിലൂടെ ജയറാമേട്ടൻ, ദിലീപേട്ടൻ, സലിംകുമാർ, കലാഭവൻ ഇവരൊക്കെ സിനിമയിൽ വന്നേക്കണ മിമിക്രിയിലൂടെ. അപ്പം ഞാൻ മിമിക്രിയിൽ നല്ല സ്റ്റാറായിട്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടുന്നു, ഡിസ്ട്രിക്ട് ലെവലിൽ പോകുന്നു, സ്റ്റേറ്റ് ലെവലിൽ പോകുന്നു, പത്രത്തിൽ ഫോട്ടോ വരുന്നു. അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും ഞാൻ സിനിമയിലൊക്കെ ആണല്ലോ. അപ്പം എനിക്ക് ആദ്യമായിട്ട് ഡൗട്ട് തോന്നി എവിടെയാണെന്നറിയോ, ഇതിനൊക്കെ ശേഷം ചെറിയ ചെറിയ സീനുകളൊക്കെ നമുക്ക് പടങ്ങളിൽ കിട്ടി. ലാസ്റ്റ് നല്ല വേഷമൊന്നും കിട്ടാണ്ടായപ്പോൾ ഞാനും ബിബിനും കൂടി ഞങ്ങളെ വെച്ചിട്ട് തന്നെ എഴുതിയാൽ ചെയ്യാമെന്നൊരു നൗഫലൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതി. അത് പിന്നെ സിനിമയായി സംഭവിച്ചു. അതാണ് നാദിഷിക്ക ചെയ്ത അമർ അക്ബർ അന്തോണി. അതിനുശേഷം കട്ടപ്പന. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലായി നമ്മളെന്തായാലും നായകനും. ഈ കട്ടപ്പന ഇറങ്ങി വൻ ഹിറ്റായി കഴിഞ്ഞിട്ട് ചില ഇൻ്റർവ്യൂവിൽ എന്നോട് ചില ആൾക്കാർ ചോദിച്ചു, എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സംശയം, അത്രയും പറ്റൂലാത്ത കാര്യമായിരുന്നോ എന്ന്. അല്ല, ആ ചോദ്യത്തിലെ അത്ഭുതം കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സംശയം. അപ്പൊ അതുവരെ എനിക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത്രയും മനസ്സിൽ ഉറച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ വിശ്വസിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ് എല്ലാരും. കറക്റ്റാ. മോക്കും ഇതേപോലെ തന്നെ ആയിരുന്നു അല്ലെ? കോയിൻസിഡൻസ് ആണ്, ബട്ട് സ്റ്റിൽ എന്നാലും എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടോ? ഇന്ന പോലെ കൊറേ ഉണ്ട്, പക്ഷെ അതില് ദേവസേന എല്ലാരും അതാ ചോദിക്കുന്നത്. ലൈക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഐ എം നോട്ട് പ്രിപ്പയർഡ്, എനിക്കറിയാം. ബട്ട് ഫ്യൂച്ചറിൽ ഊർവശി മാം ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു കോമഡി ക്യാരക്ടറും ഇഷ്ടമാണോ? കോമഡി അതെ. പെർഫോം ചെയ്തിട്ടുണ്ടോ അതിന് മുന്നേ? ചെയ്തതിൽ വല്ലതും? മൂവീസിലായിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കത് ട്രൈ ചെയ്യണമെന്നുണ്ട്. ആൻഡ് കിൽ ബില്ലൊക്കെ പോലെ ഒരു ഫുൾ ഫൈറ്റ് മൂവി ചെയ്യണമെന്നും ആഗ്രഹമാണ്. ഇത് ലൈക്ക് വേറെ കൈൻഡ് ഓഫ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് രണ്ടും
എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടഫറാണ്. നമ്മൾ കോമഡി കൈകാര്യം ചെയ്യുന്നു, പിന്നെ full ഇതിലൊക്കെ പോലത്തെ ഗെറ്റപ്പ് ഇട്ടുകൊണ്ട് വന്നത് എന്താന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായി. അങ്ങനെ ആരെങ്കിലും എന്നെ കണ്ടിട്ട് വിളിച്ചാലോ അല്ലേ? അല്ല ശരിക്കും ഇതിനകത്തെ ക്യാരക്ടർ എന്നാ ഇതിനകത്ത് പാവം പിടിച്ച കുട്ടിയാണോ? അതായത് പുള്ളിക്കാരിക്കായിട്ടൊരു ലോകമുള്ള ഒരു കൊച്ചാണ്. നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല. പുള്ളിക്കാരിക്കായിട്ട് പല ഇഷ്ടങ്ങളും, നമ്മൾ ഇതെന്താ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും അവളെ കൂടുതലായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒട്ടും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എൻജോയ്ഡ്? ഐ റിയലി എൻജോയ്ഡ്. ഭയങ്കര നാടൻ പെൺകുട്ടിയാണോ? ഐ മീൻ അതെ അതെ, ഇടുക്കിയിലത്തെ ഒരു നാടൻ പെൺകുട്ടി. ഓക്കെ. ഇപ്പം ചെയ്യുന്ന ഫിലിം പക്ഷെ തോട്ട്സ് ഒക്കെ ഭയങ്കര ലൈക്ക് ഓപ്പൺ തോട്ട്സ് ആണ്. ശരിക്കും അഭിനയത്തിലേക്ക് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു? ഇനീഷ്യലി ദേ ഹാഡ് ഡൗട്ട്സ്. കാരണം ലൈക്ക് എങ്ങനെ ഇവിടുന്ന് അതെങ്ങനെ എത്തിപ്പെടും, ദൂരെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദൂരെയാണ്. അപ്പം ആ ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എഫേർട്ടുകൾ കണ്ടിന്യൂസ് അതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ പോയിന്റിൽ നമ്മൾ ലൈക്ക് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ADs ഒക്കെ പറയുമല്ലോ പാരൻസിൻ്റെ അടുത്ത്, ആ കൊച്ചു കൊള്ളാം ഒന്ന് വിട്ടേക്കും എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളിൽ അവർക്ക് വിശ്വാസം വന്നു. ഇപ്പോൾ ഭയങ്കര അവരാണ് എൻ്റെ ഏറ്റവും ലൈക്ക് ചിയർ ലീഡേഴ്സ്. അച്ഛനും അമ്മയൊക്കെ റീലിൽ മുട്ടൻ ഡാൻസ് കളിക്കണ കൂടെ അച്ഛൻ അമ്മ അതെ. അല്ല ശരിക്കും വിഷ്ണുവിന് സപ്പോർട്ട് ഉണ്ടായിരുന്നോ ആ ടൈമിൽ? വിഷ്ണു വരുമ്പോ വീട്ടിൽ നിന്ന്? എനിക്ക് കുഞ്ഞുനാള് പോലെ വീട്ടിൽ നിന്ന് സപ്പോർട്ടാണ്. പക്ഷെ എന്നാലും ആൺകുട്ടികൾക്ക് ഒരു ബേസ് എഡ്യൂക്കേഷൻ വേണം, അങ്ങനെ നീ ജോലി നോക്കണം, അതിന്റെ കൂടെ നീ നടത്തിക്കോ എന്നൊരു ഉപദേശം പോയി തന്നില്ല? അല്ല അതൊക്കെ ഉണ്ട്. അല്ല ഞാൻ എഡ്യൂക്കേഷൻ ഉണ്ട്, എനിക്ക് ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണ്. അതെ. അല്ല അത്രയും നമ്മൾ ഡിഗ്രി എടുത്തിട്ടേ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് അപ്പത്തേക്കും അപ്പനും അമ്മയ്ക്ക് അതൊരു ഡിഗ്രി എടുത്തപ്പോ അവർക്ക് ഗ്യാരണ്ടി ആയി? അങ്ങനെയല്ല, ഞാൻ അതിനു മുമ്പ് ഞാനിപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കണ്ണൂരൊക്കെ വേറെ ട്രൂപ്പിന്റെ കൂടെ ഗ്യാപ്പിൽ മിമിക്രി കളിക്കാൻ പോയിട്ട് അന്ന് 50 രൂപയൊക്കെയാണ് പേയ്മെന്റ് കിട്ടുന്നത് ഒരു ഷോയ്ക്ക്. എന്ന് വെച്ചാ അന്നത്ര ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അന്ന് 50 രൂപ എനിക്ക് ഭയങ്കര വലുതാ. ആ പൈസക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയല്ല. എന്നാലും നമ്മളെ ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് പ്രോഗ്രാമിനൊക്കെ ഞാൻ 1 man ഷോ ആണ് കയറി ചെയ്യണം ഒറ്റയ്ക്ക്. അപ്പൊ ആണെങ്കിൽ കുരുട്ടടക്കേടെ അത്രേ ഉള്ളൂ. എന്നിട്ട് കയറിയിട്ട് ഞാൻ ചിത്രഗീതം എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യണം. ഞൊടിയിടയിൽ പോയിട്ട് ഡ്രസ്സ് മാറി വരിക, സുരേഷ് ഗോപിയുടെ സോങ്, നസീറിന്റെ, ജയന്റെ, ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് അപ്പൊ ഭയങ്കര കയ്യടിയും ചെറുപ്പത്തിലൊരു ചെറിയ പയ്യൻ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ അല്ലേ? അല്ല അപ്പൊ എനിക്ക് നോട്ടുമാലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ ഞാൻ ഇത്രയും ഭയങ്കര താല്പര്യത്തോടുകൂടി ഇത് നിൽക്കുമ്പോ അതിനെനിക്ക് ഫുൾ സപ്പോർട്ടാ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്ത് ട്രൂപ്പ് തുടങ്ങിയ ആളാണ് ഞാൻ. അതിപ്പോഴും ഇല്ല, ട്രൂപ്പൊക്കെ നിർത്തി. അത് ആ ട്രൂപ്പിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ ലോണൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പൊ മിമിക്രി ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ വിഷ്ണു? ഇല്ല ഇല്ല ഇല്ലെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കാനില്ല? ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞു പ്രശ്നം? ഇല്ല, സത്യമായിട്ടും ഇല്ല. ഒന്നുമില്ലെങ്കിൽ നാദർശിക്കനെ ഇമിറ്റേറ്റ് ചെയ്തൂടെ? എനിക്ക് വരാനേ പറയാൻ പറ്റില്ല. ഞാനല്ലേ പറഞ്ഞു, അവിടെ ഇക്ക ഒന്നും പറയില്ല. ഇക്ക എങ്ങനെ സെറ്റിൽ എന്ന് കാണിച്ചാ മതി. അയ്യോ ഇതിപ്പോ എങ്ങനെ ഞാൻ പറയും, ഇക്ക് ചില സമയത്ത് ഇക്ക പറയുമ്പോ ഇങ്ങനെ ഫംബിളാവും. അത് ഇത് തന്നെ കേട്ടോ. ഇക്ക ഇനി കണ്ടു കഴിഞ്ഞാൽ ഇത് പറഞ്ഞോളും, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊക്കോളും. ഞാൻ പറഞ്ഞിട്ടാ ചെയ്തു തന്നെന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. പാട്ട് പാടില്ലേ വിഷ്ണു? പാട്ട് അക്ഷയ പാടും. എന്റെ ഒച്ചടഞ്ഞിരിക്കണ മനസ്സിലാവുള്ളൂ. ഇല്ല ഒന്ന് കേൾക്കാൻ വയ്യാന്ന്. അത് പറ്റില്ല, പാട് വിഷ്ണു. വിഷ്ണു പാട്ട് പഠിച്ചിട്ടുണ്ട്, മിമിക്രി ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തു. ഞാൻ ഇവിടെ ഭയങ്കര ശ്രുതിയും താളവും അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. വിഷ്ണുവിന്റെ ഒരു പാട്ട് ഇത്ര നേരം തുറന്ന് വർത്താനം പറഞ്ഞ ആളാണ്. മോള് പറയും. അയ്യോ ഞാൻ പാടത്തില്ല, വിഷ്ണു ചേട്ടനാണ് പാട്ടുകാരൻ. വിഷ്ണു ഇന്ന് തീരുമാനിക്കും. 2 വരി പാടിക്കളയാം. കട്ടപ്പനയിലെ പാട്ട് പറട്ടെ. അഴകേ അഴകേ നനവീഴും മഴയേ, ഇനി എൻ മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ, അഴകേ അഴകേ. താങ്ക് യു. ഇത്രയേ ഉള്ളൂ.
ഞങ്ങൾക്ക് ഇത് തന്നെ കേൾക്കുമ്പോ എന്ത് സന്തോഷാന്നറിയോ? ചെറിയൊരു വെള്ളി ഉണ്ടായി, അതൊരുക്കി പാസറുണ്ടായി. അതെന്താന്നറിയോ, വെള്ളി വന്നാലും ഇപ്പൊ ശ്രുതി തെറ്റിയാലും ഒന്നുമല്ല, പക്ഷെ ആ ഒരു നിമിഷം ഞാനും എൻ്റെ അമ്മമാരല്ല ചേച്ചിമാര് കുറച്ച് ഫാമിലി ആൾക്കാരുണ്ട്, അവര് സന്തോഷിക്കില്ലേ? ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതല്ലേ അല്ലേ? അത് മതി. ധന്യമായി. ഞങ്ങളും അതെ. അതെ, ഇനി ഒരു ഷൺമുഖോടെ ഇറങ്ങാനുണ്ട്, ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞിട്ട്, മാർത്താണ്ഡൻ ചേട്ടൻ്റെ പടം. അതാണ് അടുത്ത ഇറങ്ങാനുള്ള പടം. അതിൽ എന്നാ ക്യാരക്ടർ? അതില് ആ കലയെ ബേസ് ചെയ്തിട്ടുള്ളതാണോ? അല്ലല്ല, ചുമ്മാ പേരിട്ടത്. അത് ഓട്ടം തുള്ളലല്ല, ഓട്ടം പ്ലസ് തുള്ളൽ. അങ്ങനെ ആ ഓട്ടം തുള്ളൽ. ഓക്കെ, ഞാൻ വിചാരിച്ച ആ കലയെ ബേസ് ചെയ്തിട്ട് ഇനി ആ ക്യാരക്ടർ അങ്ങനെ വരുന്നതാണോ? അല്ല, അതും ഒരു ഹ്യൂമർ കോഡാണ്. വിഷ്ണു നല്ല ഹ്യൂമറാ ചെയ്യുന്നത്. സീരിയസ് പടം ഇതുവരെ ചെയ്തില്ലേ? സീരിയസോടെ വെടിക്കെട്ടിലല്ല, സീരിയസ് ആയിരുന്നു. ആ ശരിയാ, പക്ഷെ എന്നാലും ഭയങ്കര ഒരു പെർഫോമൻസ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ പോണു ഇപ്പൊ. ഡിസ്കോ. അല്ല, ഡിസ്കോ അല്ല, അതില് സീരിയസ് ആയിട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ ചെയ്യാൻ പോകുന്നത് സീരിയസ് ആയിട്ടുള്ള റോളാണോ? അതെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിസ്കോ. പടത്തിന്റെ പേര് ഡിസ്കോ. നെക്സ്റ്റ് മൂവി ഏതാ? ഞാൻ തമിഴിലൊരു ക്രൈം ത്രില്ലർ റിലീസ് ആവാനുണ്ട്. തമിഴിലെ ഒരു അന്യഭാഷ ചെയ്തേ, അല്ലാതെ തെലുങ്കു അങ്ങനെയൊന്നും തുടങ്ങിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു നാദർശിക്കയുടെ ഈ ഫിലിം ഇറങ്ങിയതിന് ശേഷം തെലുങ്കുലൊക്കെ പോവായിരിക്കും. പോട്ടെ, അങ്ങനെ പോട്ടെ. ഇവിടെ പുതിയ ആളുകൾക്ക് അവസരം കിട്ടില്ല. എക്സ്പ്രഷൻ കണ്ടോ? ആ പോട്ടെ, അത് പുള്ളിക്കാരത്തെ കണ്ടില്ല കേട്ടോ എക്സ്പ്രഷൻ. ബട്ട് സ്റ്റിൽ വി ഷുഡ് വിഷ് ഹർ അല്ലേ, നല്ലൊരു ഫ്യൂച്ചർ ആക്ട്രസ് കിട്ടുന്ന അവസരങ്ങൾ, അതും നമ്മുടെ മലയാളികൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ സംതിങ് പ്രൗഡ് അല്ലേ? എന്താ പറയാ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പോ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കിയ ഒരു അന്യഭാഷയെ പോവല്ലേ, അപ്പൊ ഞാൻ പോകുന്നില്ല. പക്ഷെ പോവാണെങ്കിൽ അവിടെ പോയിട്ട് ഭക്ഷണം നല്ലത് കഴിക്കണ്ടേ, അവിടുത്തെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനത്തെ ഒരു ഭക്ഷണം. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ? ജയ്പൂർ ടൈപ്പ്, ജയ്പൂർ ദം ചിക്കനാ ചെയ്തത്. നോക്കാം അല്ലേ? വരൂ, വാ.